എല്ലാവരും എത്ത് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഈ സഞ്ചി നോക്കി കാണാൻ വൈത്തല പോലും. ഞാൻ ടൂറിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സഞ്ചി ഉണ്ടാവും ഒപ്പം. ആമിന എന്താണേ ഇതൊക്കെ കുന്തം മുണിഞ്ഞ മാതിരി അവിടെ നടക്കണത്? ഇച്ച് മാറ്റണമൊന്നുമില്ലേ? നേരത്തെ ഞാൻ വെളുത്തിട്ടല്ലേ ഉള്ളൂ. ഞാൻ എന്റെ സാധനങ്ങളൊക്കെ റെഡി വെച്ചു കൊണ്ടാൽ അന്തിക്കന്നെ. എന്റെ പടച്ചോനെ, ഇച്ചിന് എത്തെല്ലാം ഒരു സാധനങ്ങൾ എടുക്കാനുണ്ട്. ഇപ്പൊ തന്നെ ആകെ ഒരു ചാക്കിയെ നടന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ചാക്കിൽ ഇനി എത്തെല്ലാം ഒന്ന് നടക്കാണ്ടേ. അല്ല, എന്റെ ഗുളിക എടുക്കാൻ മറന്നല്ലോ. അല്ല, ഗുളിക മാത്രല്ലല്ലോ, കണ്ണാടുണ്ട്, ദസ്തിമാല എടുക്കാനുണ്ട്, എത്തെല്ലാം ഒരു സാധനങ്ങൾ എടുക്കാനുണ്ട്. അല്ലമ്മ, നിങ്ങൾ 3 ദിവസത്തെ ടൂറിനല്ലേ പോണത്? അതിനിപ്പത്തിനാ ഒരു കൊല്ലത്തിനുള്ള സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകണ്ടേ? ആ, അനക്ക് പതൊക്കെ പറയാം. അവിടെ ചെന്നാലേ ആർക്കറിയാം എത്തേം തിന്നാൻ കിട്ടുമെന്ന് നോക്കാം. ആ, പിന്നെ ജയ് കുറച്ച് ഉപ്പിലിട്ട മാങ്ങി നെല്ലിക്കൊക്കെ എടുത്തുകാണ്ടേ ഒരു പാത്രത്തിലാക്കി വെക്കാം. അതൊക്കെ അവിടെ വാങ്ങാൻ കിട്ടൂല. എന്തിനാ ഇവിടുന്ന് വലിച്ചിട്ടി കൊണ്ടുപോകണത്? അത് ശരി, ഇച്ചത് അവിടെ പോയിട്ട് കഞ്ഞി കൂട്ടാളതാ. ഈ ചിലക്കാതെ അവിടെ പോയി എടുത്തക്കാനാ പറഞ്ഞത്. നിങ്ങളോട് വർത്താനം പറയുന്നേക്കാളും നല്ലതേ മുണ്ടാതിരിക്കണതാ. ആ, എന്നാ പിന്നെ മുണ്ടാതിരുന്നോ, അതല്ലേ എനിക്ക് നല്ലതേ. ഞാൻ പോവാ, നിങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞൂടി. പിന്നെ ഞാന് അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ എന്നോട് വർത്താനം പറഞ്ഞാൽ നിന്നാലേ ശരിയാവൂല. ഇച്ചേ പോവാൻ നേരം വെക്കും, അതുകൊണ്ടാ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അടപ്പ് ഞാൻ ഊരിന്. പിന്നെ എന്റെ കമ്പിളി പതപ്പെടുത്തേ, കമ്പിളി പതപ്പ് കയ്യിൽ നിറച്ച് വെച്ചേക്കണേ. ഈ കിജ്ജി ഏതായാലും നിറഞ്ഞു, നീ മറ്റേ കിജ്ജിൽ നടക്കാം. ഇതെന്തിനമ്മ ഈ സാധനങ്ങളെല്ലാം കൂടി കെട്ടിപ്പറക്കി കൊണ്ടുപോകുന്നത്? അല്ല, നിങ്ങൾ ഇനിയിപ്പോ അങ്ങോട്ട് വരാൻ കണ്ടിട്ടില്ലേ? അവിടെ തന്നെ കൂട്ടിരിക്കാൻ പോവാ? ദത്താ സുബൈറ അല്ലെങ്കിൽ ജി പറയേണ്ടതാ മാസ. ഇതിലൊത്തില്ല, ഇതിലാകെ കുറച്ച് സാധനമേ ഉള്ളൂ. ഇതിങ്ങനെ പൊന്തിക്കാതോടെ എനിക്ക് തോന്നുന്നതാണ്. ഇതിലൊത്തില്ല. അത് കണ്ടാൽ തന്നെ പറയുന്നുണ്ട് ഒത്തില്ലാന്ന്. ഇതൊന്നും ഉണ്ടാകാതെ പോയിക്കോടുന്നേ. നമ്മൾ ആദ്യമായിട്ട് ഒന്ന് ടൂർ പോവാം. അപ്പൊ പിന്നെ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടാണ്ടാവും. പിന്നെ അപ്പൊ ഒന്ന് തിരിച്ചു വരുമ്പോഴത്തേലൊക്കെ സാധനങ്ങൾ കിട്ടിയാലേ ഇത് നിറച്ചൂടെ? അത് ശരി, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് സാധനം പെറുക്കാൻ പോവാ? അവിടെ ഉള്ള ഒരു ഇവിടുത്തെ സാധനങ്ങളെല്ലാം കൂടി പൊട്ടി കൊണ്ടുപോവാ. എന്നിട്ടാണ് ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പോണ്. സൂറ, ഇജയ് കുറച്ച് കഞ്ഞിൻ്റെ എടുത്താ. അതെന്തിനാ അപ്പൊ കുടിക്കാനമ്മ? അല്ല, കുറച്ച് കുപ്പിയിൽ നിറച്ചോ. ഞാനേ ഒരു 5 ലിറ്ററിന്റെ ക്യാനോടെ വെച്ചിക്കണം, അതിൽ നിറച്ചാ. അതെന്തിനമ്മ 5 ലിറ്ററിന്റെ ക്യാനിലൊക്കെ? അതെ, ഇച്ച് പോകുമ്പോ കൊണ്ടുപോകാനാ. ഇടക്കിടക്ക് ഇങ്ങനെ വണ്ടിയിൽ കുടിച്ചാനേ. അതിനെന്തിനാ ഇവിടുന്ന് വലിച്ചിട്ടി കൊണ്ടുപോകുന്നത്? വെള്ളം വാങ്ങി കുടിച്ചാൽ പോരെ? അതൊന്നും ശരിയാവില്ല. ഞാനേ ഉപ്പിട്ട കഞ്ഞിനെല്ലാം കുടിച്ചാലേ ഇച്ചി പെർമേഹത്തിന്റെ സോക്കൾ ഉണ്ടായോണ്ട് അത് പറ്റൂല. തമ്പുരാനെ, ഇതൊക്കെ എങ്ങോട്ട് എടുക്കണമെന്നാവും. പോവാ. നിങ്ങൾ എത്താച്ചാ കാട്ടിക്കോളി. നിങ്ങളോട് ഏതായാലും പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കേൾക്കൂല. ആ, അതാ നല്ലത്. ഇപ്പൊ തൽക്കാലം അത് വീക്കോ. ഇവിടെ ആമിന ഉള്ള സംഘങ്ങൾ എത്തിയില്ലേ? ആ ചെക്കന്മാരൊന്നും കൂട്ടിക്കാണ്, അല്ലെങ്കിൽ തേനെ ടൂർണാൻ പറ്റൂല. ചപ്പത്തേനെ പിന്നെ പൂതിയൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനിപ്പോ എന്താ, ഓരൊക്കെ കുട്ടികളല്ലേ, ഓൽക്കുണ്ടാവില്ലേ പൂതി? ആ, ഞാനൊപ്പം പോണോണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ശരിയാവൂല. ആമിന, ആമിന, എന്റെ ഒരുക്കാനം തരെ കഴിഞ്ഞില്ലടി. കഴിഞ്ഞേ, എന്താ വരുന്നേ? എന്താടി ഇതിനെ 3 കൂടി കിടന്ന് കാറുന്നേ? എന്തെങ്കിലും സാധനം കാണാനുണ്ടാവില്ല, അതായിരിക്കും. ക്രാബ് ഇവിടെ. എന്റെ പാന്റ്, എന്റെ ചീർപ്പ്. എനിക്കറിയാം നിങ്ങൾ ഒരു സാധനം കാണാനുണ്ടാവില്ലാന്നേ. ഒരു സാധനം എടുത്താലേ അവിടെ വെക്കണം, എന്നിട്ട് പോകാൻ നേരം ഇരുന്ന് കാറിക്കണം. എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെയാ. ആ മേശമലുണ്ട് എല്ലാവരുടെ സാധനങ്ങളും, പോയി എടുത്തോ. സാധനം എടുത്തെടുത്ത് വെക്കില്ല, പിന്നെ എങ്ങനെയാ? കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ, സമാധാനായില്ല എല്ലാവർക്കും. എന്തിനാ അങ്ങോട്ട് ചൂടാവുന്നേ? അതെ, നിന്റെ സാധനം കാണാനല്ലോ, പിന്നെന്താ? നേരെ 8 മണിയാവറായി. നിങ്ങൾ അവിടെ തല്ലുകൂടി ഇരുന്നോ. കദീസും ഇത് 10ാമത്തെ വിളിയാ നിങ്ങളെ കാണാനില്ലെന്നും പറഞ്ഞിട്ട്. വേഗം മാറ്റിച്ചോ, കദീസും ചിലപ്പോഴേ നമ്മളെ കൊണ്ടുപോകാതെ പോകും. ഇച്ചിട്ടില്ലേന്നോ? ഒന്നര അന്തിക്ക് ഉറങ്ങിക്കണം തന്നെ ആവും. ടൂറ് പോവാനുള്ളതും ആലോചിച്ചാണ് കിടന്നുറങ്ങിയിരുന്നല്ല. ഇവലൊക്കെ ഒറ്റക്ക് പറഞ്ഞേക്കാൻ പേടിയാ. പിന്നെ കദീസും ഉള്ളതുകൊണ്ട് ഒരു സമാധാനം. ആ, അതുകൊണ്ട് തന്നെയല്ലേ ഞാനും സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ ആരാ ഓനായിക്കണോ? അതെ, ഐ എം വെരി വെരി ബിസി. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കോൾ ചെയ്യൂ. ആരപ്പത്? വിഷ്ണു? എത്താപ്പത് കോലാന്റെ ചുള്ളനയക്കണല്ലോ. ആ, അത് പിന്നെ ടൂർ പോവല്ലേ, അത് കരുതിയിട്ടാ. മോനെ, ഇജ അബൂനെ നല്ലോണം നോക്കിക്കൊണ്ടിട്ടാ. ഇജുള്ളതുകൊണ്ടാ മോനെ ടൂറിന് പറഞ്ഞേക്കണതേനെ. പറയണ കാര്യമുണ്ടോ മച്ചി? ഞാൻ നോക്കിക്കൊണ്ട് നോക്കാൻ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ? ചെക്കൻ കുറച്ച് വടക്ക് സാധനണേ, അതുകൊണ്ടാ. അതൊക്കെ എനിക്കറിയില്ലേ ഓന്റെ സ്വഭാവം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ബേജാറാവല്ലിന്നോ? അല്ല, ഓനെവിടെ നിന്നിട്ട് സ്ഥിരം പരിപാടി തന്നെ ഇന്ന് നേരം വെക്കി ഇറങ്ങാനാ? അല്ലല്ല, മോനെ നേരത്തെ നീച്ചക്കണു. അതാ ഒരുങ്ങാൻ ധരിക്കില്ല. ഞാനേ പോയി വിളിച്ചിക്കാണ്ട് വരാം. ഹലോ മിസ്റ്റർ വിഷ്ണു. എന്താണ് മിസ്റ്റർ വിഷ്ണു അന്തം വിട്ട് നിൽക്കുന്നത്? എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പോടാ. ഇത്ര സെറ്റപ്പ് ഒക്കെ ആയോ? സെറ്റപ്പ് കുറച്ചുകൂടി കൂട്ടണ? അയ്യോ വേണ്ടേ, ഇത് തന്നെ കുറച്ച് ഓവറായി പോയി. ഏയ്, നമുക്ക് അസൂയോണ്ട് പറയില്ല ജി. ഇവിടെ ഒന്നുകാണ്ട് തൊള്ള പറയാതെ വേഗം പോരാ നോക്ക്. ഇവിടെ എന്റെ ലഗേജ്. മിസ്റ്റർ ബാപ്പ, എന്റെ ലഗേജ് എടുത്തോണ്ട് വരൂ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നിങ്ങളെ കാര്യാക്കിയ. എന്റെ ലഗേജ് പോയി എടുത്തോണ്ടാണ്. ഇന്ന് എന്റെ ലഗേജ്. ഇതെത്താ പോതില്ലേ, നിറച്ച് സാധനം ഉണ്ടല്ലോ, നല്ല കനുണ്ട്. അത് പിന്നെ ഞങ്ങൾക്ക് തണുപ്പത്ത് പോയി അടിച്ചു പൊളിച്ചാളതല്ലേ, അതിനുള്ള കുറെ സാധനങ്ങൾ എടുത്തത്. എന്നാ പിന്നെ നേരം വെക്കാൻ നിൽക്കണ്ട, വേഗം പോയിക്കോളി. പിന്നെ മാണ്ടാത്ത പരിപാടിക്കൊന്നും നിൽക്കണ്ട രണ്ടാളും. എന്താ വിഷ്ണു, ഞാൻ പറഞ്ഞ മറക്കണ്ടട്ടാ. ഓനെ നല്ലോണം നോക്കിക്കോണ്ടി. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് പാപ്പ. നിങ്ങൾ ഓനെ അടിച്ചിട്ടാണ് ഒരു ബേജാറും കരുതണ്ട. പിന്നെ എന്റെ പോണപ്പോ പാപ്പാക്ക് അറിയില്ലല്ലോ, നോക്കാൻ ഏൽപ്പിച്ചൊരു മോഡല്.
അതെങ്ങനെയാടാ? എന്റെ അമ്മയെ നീ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ എന്നെ അയച്ചേ. വിഷ്ണു ഇതാരും കാണാനില്ല, എല്ലാരും പോയടാ. കദീസുമല്ല ആള് കറക്റ്റ് സമയത്ത് വരുന്നില്ലെങ്കിലേ പോകും. എന്റെ റബ്ബേ, ഈ മാറ്റി പിടിച്ചതൊക്കെ വെറുത്തായ. ആമിന, ആ ഉമ്മർത്താരെ പിച്ചക്കാര് വന്നപ്പോഴാ തോന്നുന്നത്. ഈ പിച്ചക്കാരൊക്കെ വരാൻ കണ്ടൊരു നേരം. ഏയ് എന്റെ പേസിലുണ്ടാവും ഒരു 2 റുപ്യ അടുത്തോട്ടവാ. അല്ല ആരപ്പത്? സുബേർദാത്താന്റെ മോളെ ആവിനല്ലേ? അതോ? അതെ. എത്ര രണ്ടാളും ഇങ്ങനെ നോക്കേണ്ടത്? ഇച്ച് നാണം വരുന്നുണ്ട്. അമിന, ഞാൻ അവന്റെ ഉമ്മാനിപ്പാനി ഇങ്ങോട്ട് പറഞ്ഞേക്കട്ടെ. എത്തിനാന്നൊക്കെ ഞാൻ പറഞ്ഞെടുത്ത വിഷ്ണു. പക്ഷെ അതൊന്നും പറയാൻ മതിയോ? ഞാൻ പറഞ്ഞാ മതിയാ? ആ നിങ്ങൾ പറഞ്ഞാലും മതി. കദീസുമല്ലടാ, കദീസുമ. അത് ശരി, ടൂറിന്റെ പ്ലാൻ ഇട്ടുകാണ്ടേ ആമിനാൻ അടിച്ചോണ്ടാവുള്ള പരിപാടി എനിക്ക് ഒരു വാജ്. ആ ടൂർ ഞാൻ കാണിച്ചതാ. അപ്പൊ അതല്ല വല്യമ്മ പറഞ്ഞതേ, ഓന്റെ കാക്കാന്റെ കല്യാണക്കാരും പറഞ്ഞതാ. ലബു ആ അതന്നെ, എന്റെ കാക്കാന്റെ കല്യാണം നോക്കണ്ടേ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നല്ല പെൺകുട്ടികളുണ്ടാവും ഞാൻ ചോദിച്ചതാ. നല്ല ചെക്കനാ. നിങ്ങളെ പരിചയത്തിൽ ഏതെങ്കിലും കുട്ടികളുണ്ടോ കദീസുമ? എത്ര പറഞ്ഞാലും അന്റെ ഏട്ടനല്ലേ. എന്റെ ഏട്ടനെന്നല്ല, പഞ്ചായത്തിലുള്ള ഒറ്റൊരുത്തനും ഇവിടുന്ന് ഒരു പെണ്ണിനും കൊടുക്കൂല. അന്റെ കാര്യം ഗോവിന്ദ. ഞങ്ങൾ നേരം വൈകിയോ? ഇല്ല, എല്ലാരും കറക്റ്റ് സമയത്താ എത്തിയേ. അത് ശരിയാ, നീ കദീസിനും കൂടെ ഉള്ള ഒരുങ്ങിയ ഇറങ്ങാൻ. ഇച്ചൊരുങ്ങാനൊന്നുമില്ല, ഞാൻ ഒരുങ്ങിപ്പോണു. നിങ്ങൾ ഇതിനാ പോരുന്നത്? വേറെ ഡ്രസ്സ് ഒന്നും മാറ്റാനില്ലേ? ഈ ഡ്രസ്സ് ഇട്ട് നിങ്ങൾ ചൂറ് വരുന്നത് വല്യമ്മ. എത്താ ഇതിന് കുഴപ്പം? നിങ്ങളെ മായത്തെ മുഴുവൻ കുപ്പായം നല്ലത്. ദേ പർദ്ദ ഞാൻ ഇട്ടേക്കുന്നത്, ഭർത്ത. ഇതിനേക്കാളും ചുരുക്കുള്ള ഒരു കുപ്പായേ ഇനി ഇടാനും ഇല്ല. ഞാൻ പിന്നെ എല്ലാവരും നോക്കിക്കണേ, ഇറങ്ങിക്കൂടി. കദീസുമായ ലഗേജ് ഒക്കെ എടുത്തൂടി. ലഗേജ് അത് ഞാൻ വണ്ടിക്ക് വെച്ചോളൂ. വണ്ടിക്ക് വെച്ചിട്ടില്ലല്ലോ, വണ്ടി ഇനിയിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. ആ എന്റെ ലഗേജ് ഞാൻ കൊണ്ടുവരാം. എത്ര നമുക്ക് ലഗേജ് മാറിയതാ? ഹരിതകർമ്മസേന കൊടുക്കാനുള്ള കവർ എടുത്തുകൊണ്ടാ പോന്നിട്ടുണ്ട്. ചെറുക്ക ഇതിനെ കളിയൊക്കെ ഒന്നും വേണ്ടട്ടാ. ഇതേ എത്തെല്ലാം തെളിയിച്ചെടുക്കേ. ഒന്നാണ് കദീസുമ്മ, നിങ്ങളെന്താ കാലാകാലോട് നിൽക്കാൻ പോവാ? ഒരു പെരയിൽ പോകുന്നില്ലേ? അതെ, ഇത്രയും സാധനങ്ങളൊക്കെ എന്തിനാ? ഓ പിന്നെ നിങ്ങളെല്ലാരും ഇതാ കുറെ പെട്ടിയിട്ട് വന്നിക്കണേ. അതേപോലെ തന്നെ ഇച്ചിന്റെ സാധനങ്ങളും മാറ്റെടുക്കുക. ഇതിലെന്റെ മരുന്നും എന്റെ നിസ്കാര കുപ്പായൊക്കെയാണ്. മരുന്നല്ലേ ഉള്ളൂ, അത് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? കദീസുമ്മ, ഈ സാധനങ്ങളൊക്കെ ഞങ്ങളെ പോലുള്ള ബാഗിലാക്കിയവരെ. അത് ശരിയാ, എങ്ങനെയാ ഇത്രയും വലിയ കവറൊക്കെ എടുക്കുന്നേ? ഇതിനുള്ളിൽ എന്താ കദീസുമ്മ? തൽക്കാലം ഇതിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളെ പെട്ടിയിലാക്കാം. ഇതൊരു സാധനം പോലും ഞങ്ങൾക്ക് ആർക്കും തരൂല. ഇത് തുറക്കാനും സമ്മതിക്കൂല. മുണ്ടാതെ പെയ്ക്കോളിങ്ങളെല്ലാരും. ഞാനേ ഇത് തുറക്കായിക്കൂല. അപ്പൊ അതിന്റെ കാര്യമായിട്ട് എന്താ ഉണ്ടല്ലോ? നിങ്ങളെല്ലാരും എത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ സഞ്ചി നോക്കിക്കാണ്ട് എന്നെ ഞങ്ങളെ വൈത്തല പോരും. ഞാൻ ടൂറിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സഞ്ചി ഉണ്ടാവും എന്റെ ഒപ്പം. എന്താ ബഡീസ് എല്ലാരും ഇവിടെ നിൽക്കുന്നേ? നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ടേ. അച്ഛനെ ബസ് എത്തിയാ ഞാൻ വരുന്നു. ഇച്ചേ ആയുധ സീറ്റ് തന്നെ മതി. ഇച്ചും വേണം? എനിക്ക് വേണം വിൻഡോ സീറ്റ്. എനിക്ക് വേണം. അത് ശരി, എന്നാ പിന്നെ ബസ്സിൽ വിൻഡോ സീറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. ഇത് നല്ല തമാശ. ഗ്രാൻഡ്മാ കമോൺ, നമുക്ക് എല്ലാവരും കൂടി എൻജോയ് ചെയ്യണ്ടേ? എല്ലാവരും റെഡി അല്ലേ? എന്താർക്കും ഒരു ഉഷാറില്ലാത്തേ? ഉറക്കെ പറ, റെഡിയാണോ? അപ്പൊ കൂട്ടുകാരെ, അടുത്ത എപ്പിസോഡ് നമുക്ക് ടൂർ അടിച്ചു പൊളിക്കാം. എന്താ പിന്നെ നിങ്ങളെ ടൂർ വിശേഷങ്ങളൊന്നും പറയാൻ മറക്കല്ലേ. ബൈ.